നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യുന്നത് സാംസങ് ഈ അടുത്ത് പുറത്തിറക്കിയ സാംസങ് ഗാലക്സി M31ൻ്റെ വിശേഷങ്ങളാണ്. ബോക്സിൻ്റെ സൈഡിൽ തന്നെ സാംസങ് ഗാലക്സി M31 എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഫോണിലുള്ളത് 6000 mAhൻ്റെ ഒരു ബാറ്ററിയാണ്. അതുപോലെ തന്നെ Exynos 9611 പ്രൊസസ്സർ, അതുപോലെ തന്നെ 2.3 GHz ഒക്ടാ കോർ പ്രൊസസ്സറാണ്. ഇന്ന് നമ്മുടെ കയ്യിൽ പരിശോധിക്കുന്നത് 6GB RAM 128GB ഹയർ വേരിയൻ്റ് ആണ്. ഈ ഫോൺ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ്. അതുപോലെ തന്നെ 32 MBയുടെ ഒരു ഫ്രണ്ട് ക്യാമറ നമുക്ക് കാണാം. പ്രത്യേകം എടുത്തു പറയേണ്ടത് 6.4 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഉള്ളത്. ഇതിൻ്റെ റിയർ സൈഡിൽ ഒരു ഫിംഗർ പ്രിൻറ്റ് ലോക്ക് കാണാൻ സാധിക്കും. നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഒരു 15 വോൾട്ട് ഫാസ്റ്റ് ചാർജർ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ USB to Type-C കേബിളും നമുക്ക് ഫോണിനോടൊപ്പം കാണാൻ സാധിക്കും. ഇത് പരിശോധിക്കുമ്പോൾ കേബിളിൻ്റെ ലെന്ത് അല്പം ചെറുതായോ എന്നൊരു സംശയം തോന്നുന്നു. ഫോണിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. ബോക്സിൻ്റെ ഉള്ളിൽ ഒരു കേസ് കാണുവാനായി സാധിക്കും. ആ കേസിൻ്റെ സൈഡിലായി ഒരു സിം ഇജക്ടർ ടൂളും അതിനോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും സാംസങ് വാറണ്ടി കാർഡും നമുക്ക് കാണുവാനായി സാധിക്കും. ഈ ഫോണിനോടൊപ്പം ഒരു TPU കേസ് നൽകിയിട്ടില്ല. ഈ ബഡ്ജറ്റ് റേഞ്ചിലുള്ള മറ്റു ഫോൺ ബ്രാൻഡുകൾ ഫോണിനോടൊപ്പം ഒരു TPU കേസും നൽകുന്നതാണ്. ഈ ഫോണിൽ എടുത്തു പറയേണ്ടത് ഈ ഫോണിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഗ്ലാസ് അല്ല, മറിച്ച് ഗ്ലാസും പ്ലാസ്റ്റിക്കും കൂടി ചേർന്നൊരു ഗ്ലാസ്റ്റിക് ബോഡിയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഗ്ലാസ് ആണെന്നും നമുക്ക് തോന്നിപ്പോകും. വളരെ മികച്ച ഒരു ഇൻഹാൻഡ് ഫീലാണ് ഈ ഫോണിനുള്ളത്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററിയുടെ ഒരു ഭാരം ഈ ഫോണിൽ തോന്നുന്നേയില്ല. ഈ ഫോണിൻ്റെ താഴെയായി 3.5 mmൻ്റെ ഓഡിയോ ജാക്കും സ്പീക്കർ ഗ്രിൽസും Type-C ചാർജിംഗ് പോർട്ടും കാണാൻ സാധിക്കും. ഫോണിൻ്റെ സൈഡിലായി വോളിയം ബട്ടണും പവർ ബട്ടണും നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഈ ഫോണൊന്ന് ഓണാക്കാം. നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി മറ്റുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. അതിൽ തന്നെ എബൌട്ട് ഫോണിൽ പോയി ഫോണിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫോണിൻ്റെ സീരിയൽ നമ്പർ കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫോർമേഷനിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡിൽ അധിഷ്ഠിതമായിരിക്കുന്ന സാംസങ്ങിൻ്റെ സ്വന്തം ഇൻ്റർഫേസായ ഓൺ UI 2.0 ഔട്ട് ഓഫ് ദ ബോക്സ് ആയി ലഭിക്കും. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുവാണെങ്കിൽ വൈഡ് 1L1 സർട്ടിഫിക്കേഷൻ മുഖാന്തരം ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ആമസോൺ, നെറ്റ്ഫ്ലിക്സ് എന്നിവയിൽ നിന്നും HDയിൽ കണ്ടന്റ് ആസ്വദിക്കുവാനായി നമുക്ക് സാധിക്കും. ഈ ഫോണിൽ എടുത്തിട്ടുള്ള ക്യാമറ സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മികച്ച ഒരു ഫോട്ടോ ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് മാക്രോയിലും വൈഡ് ആംഗിളിലും വളരെ മികച്ചൊരു ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോൺ ഈ ഒരു ബഡ്ജറ്റിനുള്ളതുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്.